ഇരിക്കണേട്ട നന്നായിട്ട് വെള്ളം വറ്റി നല്ല ഇങ്ങനെ ഇതായി കട്ട പോലെ ആവണം. പോണത് ക്യാരറ്റ് ഹൽവ ഉണ്ട്. അതിന് വേണ്ടി ഞാൻ 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 3 വിസൽ അടിച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവേണ്ട. ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നെയ്യ് നന്നായിട്ട് പറ്റി കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് ഈ നെയ്യ് ഞാൻ നന്നായിട്ട് പറ്റി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെള്ളം ഞാനിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ കാഷ്നട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിൽ വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഇതിൽ വേണ്ട സാധനങ്ങൾ ഇരിക്കണേട്ട നന്നായിട്ട് വെള്ളം വറ്റി നല്ല ഇങ്ങനെ ഇതായി കട്ട പോലെ ആവണം. ഞാനിത് പാലും ക്യാരറ്റും നെയ്യൊക്കെ ഒഴിച്ചിട്ട് ക്യാരറ്റ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഒരുവിധം ഹൽവയുടെ പരുവാവണം. ഇപ്പം അതിൻ്റെ ഒരു പരുവായിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ആവണം. അതാണ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണത്. വരുന്ന പരുവത്തിലായിരിക്കണം കേട്ടോ. കയ്യിലുമേന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവത്തിലായിരിക്കണം ആകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ കാഷ്നട്ടും നാളികേരക്കൊത്തും വെളുത്ത എള്ളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ട്രേയിലേക്ക് മാറ്റാൻ പോകുന്നു. പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേൽ ഇത് ഞാൻ ഒടിക്കാൻ പോവുകയാണ്. നല്ല സ്മെല്ല് വരണ്ട കേട്ടോ. നല്ല രസമാണ് ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വില കുറവാണല്ലോ ക്യാരറ്റിനൊക്കെ. അപ്പോൾ നമ്മളൊന്ന് വാങ്ങിയതൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് മാറാനാണ് കേട്ടോ. ഞാനിതിലേക്ക് നെയ്യ് പറ്റിയിട്ട് ഒന്ന് ആ ബബിൾസൊക്കെ മാറാൻ വേണ്ടി ടീസ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കും. അപ്പോൾ നല്ല ലെവലായിട്ട് വരും. ഒരു മണിക്കൂറല്ല, ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. ക്യാരറ്റ് ഹൽവ ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നാളികേരക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. കാഷ്നട്ട് നല്ല അടിപൊളി ക്യാരറ്റ് കേക്കാണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.